നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല, നീ എന്തിനാ മൈഥിലി കരയുന്നത്? മൈഥിലി, എന്റെ കുഞ്ഞല്ലേടാ അത്. ഞാനൊന്ന് എടുക്കാൻ നോക്കിയപ്പോ അതെന്റെ കയ്യിൽ വന്നു. ഞാൻ കൈ നീട്ടിയപ്പോ കുഞ്ഞു മുഖം തിരിച്ചു കളഞ്ഞു. നിനക്കെന്താടി വട്ടുണ്ടോ മൈഥിലി? എടി, ആ പിഞ്ചു കുഞ്ഞ് ഇതുപോലെ അറിയുന്നുണ്ടോ? തിരിച്ചറിവില്ലാത്ത കുഞ്ഞു വന്നില്ലെന്നും പറഞ്ഞ് അവളുടെ ഒരു കരച്ചില്. എന്നാലും ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞല്ലേടാ അത്. നീ പ്രസവിച്ചെന്നും പറഞ്ഞ് നിനക്കിഷ്ടമില്ലാത്ത ഒരുത്തന്റെ കുഞ്ഞിനെ നീ വലിച്ചെറിഞ്ഞിട്ട് എന്റെ കൂടെ വന്നത്. അത് നിന്റെ കുഞ്ഞല്ല. നിനക്ക് ആ കുഞ്ഞുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് നീ അങ്ങോട്ട് കരുതിയാ മതി. ഞാനൊരമ്മയാടാ. ഒരമ്മയുടെ മനസ്സ് എത്ര പറഞ്ഞാലും എന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല. കുഞ്ഞിനോട് ഇത്രയും കണ്ട് ഭയങ്കര പ്രിയം നിനക്കുണ്ടായിരുന്നെങ്കിലേ ഗർഭിണിയായ ശേഷം നീ എന്നോടുള്ള പ്രിയം അങ്ങ് കുറയ്ക്കണമായിരുന്നു. നമ്മൾ തമ്മിലുള്ള പ്രണയബന്ധം വേണ്ടാന്നങ്ങ് വെക്കണമായിരുന്നു. ഇതിപ്പോ എന്നെയും വേണം കുഞ്ഞിനെയും വേണമെന്ന് തീരുമാനിച്ചാലേ അത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന കാര്യമല്ല. നിന്റെ മനസ്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലേ എടീ, വെറുതെ എന്നെ വലയ്ക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. മറ്റുള്ളവരുടെ നോട്ടത്തില് ഞാൻ വളരെ മോശക്കാരനായി. എല്ലാ അർത്ഥത്തിലും ഞാൻ ഒരു ക്രിമിനലായി. മൈഥിലി, കുഞ്ഞിന്റെ ഓർമ്മകൾ മാത്രമാണോ നിന്റെ മനസ്സിലുള്ളതെന്ന് ദൈവത്തിനെ അറിയൂ. നീ എന്താ അർത്ഥമാക്കുന്നത്? അർത്ഥം ഒന്നേ ഉള്ളൂ. അത് പല പ്രാവശ്യം ഞാൻ നിന്നോട് ചോദിച്ചിട്ടുള്ളതാ. എന്റെ സംശയം ഓരോ ദിവസം ചെല്ലും തോറും ബലപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ എന്താ നിന്റെ സംശയം? കുഞ്ഞിനെ മാത്രമല്ല, ആ കാർത്തിയെ പോലും നിനക്ക് മറക്കാൻ കഴിയുന്നില്ല. വൈശാഖേ, എന്താ ഞാൻ പറയുന്നത് സത്യമല്ലേ? ഞാൻ എന്റെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോ നീ എന്നെ ഇങ്ങനൊന്നും പറഞ്ഞു വിഷമിപ്പിക്കില്ലേ വൈശാഖേ? ഇടി മൈഥിലി, യാഥാർത്ഥ്യം എങ്ങനെ ഞാൻ മറച്ചു വെക്കും? നീ ചെമ്പകമംഗലം വിട്ട നാള് മുതൽ ഞാൻ ശ്രദ്ധിക്കുക നിന്റെ മുഖവും മനസ്സും ഒക്കെ. എടി, നിന്റെ മനസ്സ് ഇപ്പോഴും അവരോടൊപ്പാ, എന്നോടൊപ്പം ഒന്നുമല്ല. വൈശാഖേ, ഇതിന്റെ അവസാനം എന്താണെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം.
ഇങ്ങനൊരു പെങ്കോന്തച്ചാരി. ഇവന്റെ അച്ഛനെ ഞാൻ എന്റെ സാരിത്തുമ്പേല് കെട്ടിയിടാൻ പഠിച്ച പണി 18 പയറ്റിയതാ. പക്ഷെ അങ്ങേരെ അതിന് കിട്ടിയില്ല. അച്ഛ വീട്ടിൽ താമസമാക്കിയത് ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമല്ല, എന്റെ അച്ഛന്റെ നിർബന്ധം. എവിടെ പോയതാ മോനെ? ഡാ, ദൈവമേ, ഇവരുടെ വശീകരണ മന്ത്രം ഏറ്റുന്നാ തോന്നുന്നേ. എന്റെ മോൻ എന്നിൽ നിന്ന് അകന്നു പോയി. നിക്ക്, അങ്ങനെ അങ്ങ് പോയാലോ? എന്റെ മോനെ ചുറ്റിച്ചോണ്ട് എങ്ങോട്ട് പോയതാടി? എന്തായാലും ഇവര് ചോദിച്ചു വാങ്ങുന്നതല്ലേ, കൊടുക്കാൻ മടിക്കണ്ട. എന്താ ചോദിച്ചത്? നിങ്ങൾ എവിടെ പോയതാന്ന്? ACP ഞാനും കൂടെ കറങ്ങാൻ പോകുന്ന ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. നല്ലൊരു അനുഗ്രഹം തന്നായിരുന്നല്ലോ. നിങ്ങൾ എവിടെയാ കറങ്ങാൻ പോയത്? ആദ്യം ഒരു സിനിമയ്ക്ക് പോയി, ഐ ലവ് യു എന്നൊരു ഇംഗ്ലീഷ് പടം. എന്നിട്ട് സിനിമയും കഴിഞ്ഞ് വന്നിറങ്ങി ACP എന്നെ ഒരു ഐസ്ക്രീം പാർലറിൽ കയറ്റി എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തന്നു. ACP എനിക്ക് ഐസ്ക്രീം കോരി തന്നു അമ്മായി. ആളുകൾ കാണും ACP ഒരു ACP അല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചതാ. ഓ, എന്ത് ACP? ഞാൻ എന്റെ മീറ്റയുടെ സ്വന്തം കാർത്തി അല്ലേന്നാ ACP ചോദിച്ചത്. മീട്ടിയോ? അതെന്തോന്ന്? സ്നേഹം തുളുമ്പുമ്പോ ACP എന്നെ മീനൂട്ടിന്ന് തികച്ചും വിളിക്കില്ല. സ്നേഹത്തിന്റെ പെരുമഴയില് ആ അങ്ങ് പോവും, മീട്ടിന്നേ വരൂ. ഞാനൊരു കൊലപാതകയായിട്ട് മാറും. പിന്നെ ഞങ്ങൾ ബീച്ചിൽ പോയി. കുഞ്ഞിനെ കടൽ തീരത്ത് കിടത്തിയിട്ട് ACP എന്നെ കോരിയെടുത്ത് കടലിൽ നീന്തി. നിന്നെ കോരിയെടുത്ത് കടലിൽ നീന്താ നീ എന്താ കാണുമ്പോ കടവരാലോ ആണോ? സംശയം ഉണ്ടെങ്കിൽ അമ്മായി നോക്ക്. ഇത് കടൽ മണ്ണല്ലേ? ശരിയാണല്ലോ. എന്റെ ശിവനെ, എന്റെ ചെറുക്കം വഴി പിടിച്ചു പോയല്ലോ. ഇനി ഞങ്ങള് കുളുമണാലിക്ക് പോവാൻ പ്ലാൻ ഇട്ടിരിക്ക. അതെന്തിനാ? അതെന്തിനാണെന്ന് അമ്മായിക്ക് അറിയില്ലേ? ഹണിമൂണിന്. അമ്മയോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ACP മറ്റൊരു രഹസ്യം എന്നോട് പറഞ്ഞു. അതെന്ത് രഹസ്യം? ഞാൻ എന്റെ നെറുകെട്ട അമ്മയെയും മറ്റുള്ളവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുടെയൊക്കെ മുന്നിൽ വെച്ച് മീനൂട്ടോട് വഴക്കിടും. അതൊന്നും കാര്യാക്കണ്ട, അതൊക്കെ നമ്മൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടാ മതിയെന്ന്. ദൈവമേ, എന്റെ മകനെ ഇവള് വിരിച്ച വലയിൽ വീഴ്ത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.